നമസ്കാരം. മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. കുടുംബത്തിലെ സന്തോഷത്തിന് വേണ്ടി ധാരാളം സമയം അതിനുവേണ്ടി നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരും. അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, അതായത് വീട്ടിനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആനന്ദം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി നിങ്ങൾ ധനം കൂടുതലായി ചിലവാക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിത പങ്കാളിയെ വേണ്ടി, അതായത് ധനം ചിലവാക്കുക, അല്ലെങ്കിൽ പുറത്തോട്ട് ടൂറ് പോവുക, അല്ലെങ്കിൽ പുതിയ ഒരു സാധനങ്ങൾ, വീട്ടാവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഒരു സാമ്പത്തിക ചിലവ് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം ജീവിതത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പ്രണയിക്കുന്ന വ്യക്തികൾക്കും ചിലവുകൾ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രണയം സാക്ഷാത്കരിക്കുകയും ആ പ്രണയബന്ധം നിങ്ങളുടെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വിവാഹത്തിൽ എത്തിച്ചേരുകയും എല്ലാം ചെയ്യുന്ന സമയം തന്നെയാണ്. വാഹന സംബന്ധമായ ജോലി ചെയ്യുന്ന വ്യക്തികൾ ആ ജോലിയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുവാൻ ഈ ഒരു മാസത്തിൽ സാധ്യത വളരെ കൂടുതലാണ്. വാഹന സംബന്ധമായി ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിത്യവും ജോലി ചെയ്യുന്ന ഡ്രൈവർ പോലുള്ള വ്യക്തികൾക്ക് ജോലി ഇല്ലാത്ത ഒരവസ്ഥയിലോട്ട് പോകുവാനും സാധ്യതയൊക്കെ കൂടുതലായി കാണുന്നുണ്ട്. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. സാമ്പത്തികമെല്ലാം സേവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാർഷിക മേഖലയിലും നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്, സൂക്ഷിക്കുക. ഡ്രൈവർ പോലുള്ള വ്യക്തികൾ, അതായത് വാഹന സംബന്ധമായ നിത്യവും ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. സാമ്പത്തികം സേവ് ചെയ്യുക. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും സാമ്പത്തികം സേവ് ചെയ്യുക. അനാവശ്യമായ ചിലവുകളൊന്നും ജീവിതത്തിൽ വരുത്തി വയ്ക്കാതിരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു പരാജയം നിങ്ങൾക്ക് മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും, അതായത് ഈ രാശിയിൽപ്പെട്ട എല്ലാവരും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാട് അർപ്പിക്കുക, പുഷ്പാഞ്ജലി എല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.